എന്റെ ദുബായിലെ 16 വർഷത്തെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാണ് ഞാനൊരു സാമ്പത്തിക തട്ടിപ്പിനിരയാകുന്നത്. 2 ആഴ്ച മുമ്പാണ് ഈ സംഭവം നടന്നത്. വലിയൊരു എമൗണ്ട് അല്ലാത്തതുകൊണ്ട് ഞാനും അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. അപ്പോൾ ഇന്നലെ യാദൃശികമായി എൻ്റെ ഒരു ഓൺലൈനിലൂടെ പരിചയപ്പെട്ട സുഹൃത്തും ഇതേ ഒരു അനുഭവം പങ്കുവെച്ചപ്പോൾ അത് നിങ്ങളെയും കൂടി അറിയിക്കണം എന്ന് കരുതി. നമ്മളെല്ലാവരും ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഞാനും 2 ആഴ്ച മുമ്പ് എൻ്റെ സാലിക്ക് അക്കൗണ്ട് റീചാർജ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് OTP വന്നു. OTP ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തു. നമ്മളെല്ലാവരും OTP വന്നാൽ ഫുൾ ആയിട്ട് നോക്കാറില്ല, ജസ്റ്റ് OTP നമ്പർ എടുത്തിട്ട് ഏതാണോ സൈറ്റ് അതിൽ പേസ്റ്റ് ചെയ്യാറാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തു. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപാട് എനിക്ക് മെസ്സേജ് വന്നു $285, ഏതാണ്ട് 1100 ദിറംസോളം വരും ഡിഡക്റ്റ് ആയിരുന്നു. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ OTP നോക്കുമ്പോഴാണ് കാണുന്നത് മൂൺ പേ എന്ന് പറഞ്ഞിട്ട് $285 ആണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ആക്ച്വലി ഞാൻ 50 ദിറംസ് എൻ്റെ സാലിക്ക് അക്കൗണ്ടാണ് റീചാർജ് ചെയ്തത്. എൻ്റെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് OTP നമ്പർ വന്നപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ വായിച്ചില്ല, ജസ്റ്റ് OTP നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്തു. അത് ഞാൻ ബാങ്കിനെ ഇൻഫോം ചെയ്തപ്പോൾ ബാങ്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാനില്ല, കാരണം ഞാൻ OTP നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് $285 കട്ടായത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ 50 ദിറംസിൻ്റെ സാലിക്കിൻ്റെ OTP ആണ് ജനറേറ്റ് ചെയ്തത്, എനിക്ക് വന്നത് $285 ഞാൻ ചെയ്യാത്തൊരു ട്രാൻസാക്ഷൻ്റെ OTP എങ്ങനെയാണ് അവർ ജനറേറ്റ് ചെയ്യാന്ന് ചോദിച്ചിട്ട് രണ്ടാമതൊരു മെയിൽ അയച്ചിട്ടുണ്ട്. ഇതുവരെ റിപ്ലൈ ഒന്നും കിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ OTP വരുമ്പോൾ എത്രയാണ് എമൗണ്ട്, എവിടത്തേക്കാണ് പോകുന്നതിന് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമേ OTP നമ്പർ കോപ്പി പേസ്റ്റ് ചെയ്യാവൂ. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ 30 ദിറംസിന് റീചാർജ് ചെയ്യാൻ നോക്കി